നമസ്കാരം. എന്റെ പേര് അഞ്ജലി. ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഞങ്ങളുടെ ഉണർവ് എന്ന വിജ്ഞാന പദ്ധതിയുടെ ഭാഗമായി ജനങ്ങളെ മനഃശാസ്ത്രപരമായ അവയർനെസ് ഉള്ളവരാക്കുക എന്ന ലക്ഷ്യവുമായാണ് ഞങ്ങൾ മുന്നോട്ടു പോകുന്നത്. എന്നോടൊപ്പം ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർ കൂടിയായ ശ്രീ സന്ദീപ് കൂടെ ചേരുന്നുമുണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയം ബിഹേവിയറിസം അഥവാ ബിഹേവിയറൽ പേഴ്സ്പെക്റ്റീവ് എന്നതാണ്. ഞാൻ അധികം സമയം കളയുന്നില്ല. അപ്പോൾ നമുക്ക് എന്താണ് ബിഹേവിയറിസം എന്ന് പരിശോധിക്കാം. ഒരാൾക്ക് നിരീക്ഷിക്കാവുന്നതോ അളക്കാവുന്നതോ ആയ പ്രവർത്തനങ്ങളിലൂടെ അയാളുടെ ചുറ്റുപാടും അനുഭവങ്ങളും എങ്ങനെ രൂപപ്പെടുന്നു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മനഃശാസ്ത്ര ചിന്താധാരയാണ് ബിഹേവിയറൽ പേഴ്സ്പെക്റ്റീവ് എന്നത്. ബി.എഫ്. സ്കിന്നർ, ജോൺ വാട്സൺ, പാവ്ലോവ് തുടങ്ങിയ ബിഹേവിയറിസ്റ്റുകളായ മനഃശാസ്ത്ര വിശാരദരുടെ പ്രവർത്തനങ്ങളിൽ വേരൂന്നിയ ഈ മനഃശാസ്ത്ര ചിന്താധാര പഠനത്തെ ക്ലാസിക്കൽ കണ്ടീഷനിംഗ്, ഓപ്പറന്റ് കണ്ടീഷനിംഗ്, സോഷ്യൽ ലേണിംഗ് എന്നിവയുടെ പ്രോഡക്റ്റായാണ് കണക്കാക്കുന്നത്. അതായത് ഒരാളുടെ ഒരു പെരുമാറ്റം അഥവാ ബിഹേവിയർ അഥവാ സ്വഭാവം രൂപപ്പെടുന്നതിൽ ആ വ്യക്തിയുടെ പ്രത്യേകമായുള്ള പ്രകടനങ്ങൾക്കോ പ്രവർത്തനങ്ങൾക്കോ പ്രതിഫലങ്ങൾ നൽകുന്നതിന് നിർണായക സ്വാധീനമുണ്ടെന്ന് ബിഹേവിയറിസ്റ്റുകൾ പറയുന്നു. അതായത് നമ്മളൊരാളിൽ ഒരു പ്രത്യേക പെരുമാറ്റം രൂപീകരിക്കുന്നതിന് അവനോ അവൾക്കോ ആ പ്രത്യേക പെരുമാറ്റത്തിന് റിവാർഡുകൾ നൽകുന്നതുവഴിയോ അല്ലെങ്കിൽ ശിക്ഷകൾ അഥവാ പണിഷ്മെന്റുകൾ നൽകുന്നതുവഴിയോ ഇനി അഥവാ ആ വ്യക്തിയെ സ്വാധീനിക്കുന്ന സമൂഹത്തിൽ നിന്നും ലഭ്യമാകുന്ന മാതൃകാപരമായ പെരുമാറ്റങ്ങൾ അഥവാ അയാൾക്ക് മോഡലായി തോന്നുന്ന രീതിയിൽ പെരുമാറ്റം നൽകുന്ന വ്യക്തിയുടെ പെരുമാറ്റ രീതികളോ സ്വഭാവങ്ങളോ ജീവിതത്തിൽ പകർത്തുക എന്നിവയൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയോ നമ്മുടെ പ്രവൃത്തികളെയും മുന്നോട്ട് നയിക്കുന്നതിൽ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് ബിഹേവിയറിസ്റ്റുകൾ പറയുന്നത്. ആന്തരിക ചിന്തകളിലോ വികാരങ്ങളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം വ്യക്തവും മാറ്റം വരുത്താവുന്നതുമായ പെരുമാറ്റങ്ങൾ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ശീലങ്ങൾ മാറ്റുന്നതിനും ഫോബിയ, ഫിയർ അഥവാ ഭയം തുടങ്ങിയ മാനസികാവസ്ഥകളെ ചികിത്സിക്കുന്നതിനും വിവിധ സാഹചര്യങ്ങളിൽ ഒരാളുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും ഫലപ്രദവും വിവരാധിഷ്ഠിതവുമായ ടെക്നിക്കുകൾ ബിഹേവിയറിസ്റ്റ് മനഃശാസ്ത്രത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടുവന്നിട്ടുണ്ട്. ഇത് വ്യക്തികളുടെ ചിന്തകളെയോ വികാരങ്ങളെയോ കുറച്ചു കാണുന്നതിലൂടെ അല്ലെങ്കിൽ അർഹിക്കുന്ന പ്രാധാന്യം നൽകാതിരിക്കുന്നതിലൂടെ മനുഷ്യരുടെ അനുഭവങ്ങളെ അമിതമായി ലളിതവൽക്കരിക്കുന്നുണ്ടെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും വ്യക്തികളുടെ അനുഭവങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നതിൽ ബിഹേവിയറിസ്റ്റ് ചിന്താധാര ഇന്നും മനഃശാസ്ത്രത്തിൽ കൃത്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇൻട്രോസ്പെക്ഷൻ, അൺകോൺഷ്യസ് മൈൻഡ് അഥവാ അബോധ മനസ്സ് തുടങ്ങിയ മനഃശാസ്ത്രത്തിന്റെ മറ്റു പഠന മേഖലയിലൂന്നിയ ചിന്താധാരയോടുമുള്ള പ്രതികരണമായാണ് ബിഹേവിയറിസം വളർന്നുവരുന്നത്. ഒരാളുടെയോ ഒരു ജീവിയുടെയോ പെരുമാറ്റത്തെ അഥവാ സ്വഭാവത്തെ സ്വീകാര്യമായ ഒരു സ്റ്റിമുലസിനോടുള്ള അസോസിയേഷൻ നടത്തുന്നത് വഴിയുള്ള പഠനത്തിലൂടെ പുതിയ സ്വഭാവ രൂപീകരണം നടക്കുന്നു എന്ന് വിശദീകരിക്കുന്ന റഷ്യൻ സൈക്കോളജിസ്റ്റായ ഇവാൻ പാവ്ലോവിന്റെ പഠനശാഖയായ ക്ലാസിക്കൽ കണ്ടീഷനിംഗും ബിഹേവിയറിസത്തിന്റെ പിതാവായ ജോൺ ബി വാട്സന്റെ ചിന്താധാരകളും അതുപോലെ ഒരാളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങളിലൂടെയുള്ള മാറ്റങ്ങളുടെ പഠനത്തെക്കുറിച്ചും വിശദീകരിച്ച ഓപ്പറന്റ് കണ്ടീഷനിംഗ് എന്ന സിദ്ധാന്തം രചിച്ച ബി.എഫ്. സ്കിന്നറും ഇത്തരം പ്രമുഖരായ മനഃശാസ്ത്രജ്ഞർ വാദിച്ചത് മനഃശാസ്ത്രമെന്നത് നിരീക്ഷിക്കാവുന്നതോ അളക്കാവുന്നതോ ആയ പെരുമാറ്റത്തെയും അതിന്റെ പാരിസ്ഥിതിക നിർണായകങ്ങളെയും പറ്റിയാണ് പഠിക്കുന്നത് എന്നാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഒരു പുതിയ സ്വഭാവം പഠിപ്പിക്കുന്നതിനായി ഒരാളിൽ ന്യൂട്രലായ അഥവാ അതുവരെ ബന്ധമില്ലാതിരുന്ന ഒരു സ്റ്റിമുലസിനെ അതിൻ്റെ സ്വാഭാവികമായ ഒരു പ്രതികരണം ഉണർത്തുന്ന ഒരു അൺകണ്ടീഷൻഡ് അഥവാ അതുവരെ അനുഭവത്തിലില്ലാത്ത അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലാത്ത മറ്റൊരു സ്റ്റിമുലസുമായി ബന്ധപ്പെടുത്തുന്നു. ഇതവസാനം സ്വമേധയാ ഒരു പ്രതികരണം അയാളിലോ ഒരു ജീവിയിലോ ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിന് ഒരു നായയും അതിൻ്റെ ഭക്ഷണവും എടുക്കാം. ഇവിടെ ഭക്ഷണം ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഭക്ഷണം കാണുമ്പോൾ നായയ്ക്ക് സ്വാഭാവികമായും വായിൽ സലൈവേഷൻ അഥവാ ഉമിനീരുണ്ടാകുന്നു. ഈ സലൈവേഷൻ ഒരു അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. അതായത് നായ മുമ്പ് പഠിച്ചെടുത്തിട്ടില്ലാത്ത എന്നാൽ നായിൽ ഭക്ഷണം കാണുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന പ്രതികരണമാണെന്ന് പറയാം. ഇവിടെ ഒരു ന്യൂട്രൽ സ്റ്റിമുലസായി ഒരു ബെല്ലിനെ എടുക്കാം. ഭക്ഷണം കാണുമ്പോൾ നായ്ക്ക് സ്വാഭാവികമായ സലൈവേഷനാണ് ഉണ്ടാവുന്നതെങ്കിൽ ബെൽ എന്ന ന്യൂട്രൽ സ്റ്റിമുലസിനെ ഭക്ഷണമെന്ന അൺകണ്ടീഷൻ സ്റ്റിമുലസുമായി ബന്ധപ്പെടുത്തുമ്പോൾ ബെല്ലിന്റെ ശബ്ദം ഇവിടെ ഭക്ഷണവുമായി പെയർ ചെയ്യപ്പെടുകയും ആവർത്തിച്ചുള്ള പാരിങ്ങിലൂടെ ഭക്ഷണം കാണാതെ തന്നെ വെറും ബെല്ലിന്റെ ശബ്ദം നായയുടെ വായിൽ സലൈവേഷനുണ്ടാക്കുകയും ചെയ്യുന്നു.
അവസാനം ബെല്ലിവിടെ നായ പഠിച്ചെടുത്ത കണ്ടീഷനിംഗ് ആയ ഒരു സ്റ്റിമുലസായാണ് പ്രവർത്തിക്കുന്നത്. ബെല്ലടി ശബ്ദം കേൾക്കുമ്പോൾ നായയിൽ സലൈവേഷൻ ഉണ്ടാകുന്നു. ഇവിടെ സലൈവേഷൻ ഒരു കണ്ടീഷനിംഗ് ആയ പ്രതികരണമാണ്. ഇതുവഴി ഒരു പുതിയ സ്വഭാവം കണ്ടീഷനിങ്ങിലൂടെ സാധ്യമാണെന്ന് ബിഹേവിയറിസ്റ്റായ ഐവാൻ പാവ്ലോവ് തെളിയിക്കുകയുണ്ടായി. ഇനി നമുക്ക് എന്താണ് ഓപ്പറന്റ് കണ്ടീഷനിംഗ് എന്ന് പരിശോധിക്കാം. B.F. സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിംഗ് എന്നത് പെരുമാറ്റത്തെ അതിന്റെ അനന്തരഫലങ്ങളാൽ നിയന്ത്രിക്കുന്നുവെന്ന് പറയുന്ന പഠന സിദ്ധാന്തമാണ്. ഇത് ബിഹേവിയറിസത്തിന്റെ ഭാഗമായി ഉയർന്നുവന്ന മറ്റൊരു പഠനരീതിയാണ്. ഇതിൽ പ്രതിഫലം അഥവാ റിവാർഡുകൾ, അതുപോലെ ശിക്ഷകൾ അഥവാ പണിഷ്മെന്റുകൾ എന്നിവ പോലുള്ള അനന്തരഫലങ്ങളെ ഉപയോഗിച്ച് ഒരാളിലെയോ അഥവാ ഏതൊരു ജീവിയുടെയോ സ്വഭാവം മാറ്റിയെടുക്കാനാകുമെന്നാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ ഉപജ്ഞാതാവായ B.F. സ്കിന്നർ കരുതുന്നത്. ഏതൊരാളിലും പ്രതിഫലം ലഭിക്കുന്ന സ്വഭാവങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും തൊഴിൽ സ്ഥാപനങ്ങളിലും മറ്റും തൊഴിലാളികൾക്ക് റിവാർഡ് നൽകി വരുന്നത്. റിവാർഡുകൾ ഒരാളുടെ പെരുമാറ്റം ആവർത്തിക്കാനുള്ള പ്രേരണയാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം ഒരാളുടെ സമൂഹത്തിൽ സ്വീകാര്യമല്ലാത്ത ഒരു സ്വഭാവത്തിനോ പെരുമാറ്റത്തിനോ അയാൾക്ക് അല്ലെങ്കിൽ മറ്റൊരു ജീവിക്കോ ഒരു ശിക്ഷ ലഭിച്ചെന്നിരിക്കട്ടെ. അവരിൽ ഏത് സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റം പ്രകടിപ്പിച്ചപ്പോഴാണോ ശിക്ഷ ലഭിച്ചത്, അങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന സ്വഭാവങ്ങൾ വീണ്ടും സംഭവിക്കാനുള്ള അല്ലെങ്കിൽ ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രക്രിയകളെ സ്വമേധയായുള്ളതോ അല്ലാത്തതോ ആയ സ്വഭാവങ്ങളെ ഒരാളിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ഉപയോഗിക്കാമെന്ന് സ്കിന്നർ ഒരു എലിയെ വെച്ചുള്ള പഠനത്തിലൂടെ തെളിയിച്ചു. ഇതിനായി സ്കിന്നർ ഉപയോഗിച്ച സാങ്കേതികതയെ സ്കിന്നർ ബോക്സ് എന്ന് വിളിക്കുന്നു. റിവാർഡ് നൽകിയോ അല്ലെങ്കിൽ പനിഷ്മെന്റ് നൽകിയോ മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ പെരുമാറ്റത്തിലുണ്ടാക്കാവുന്ന മാറ്റത്തെക്കുറിച്ച് പഠിക്കാൻ സൈക്കോളജിസ്റ്റായിരുന്ന B.F. സ്കിന്നർ സൃഷ്ടിച്ച ഒരു സാങ്കേതികതയായിരുന്നു സ്കിന്നർ ബോക്സ് പരീക്ഷണം. എലികൾ അല്ലെങ്കിൽ പ്രാവുകൾ പോലുള്ള ജീവികളെ ഒരു ലിവർ അല്ലെങ്കിൽ ഒരു കീ പോലുള്ള ഉപകരണങ്ങൾ അടങ്ങിയിരിക്കുന്ന ബോക്സിൽ അടയ്ക്കുന്നു. ഒരു റിവാർഡ്, അത് ചിലപ്പോൾ ഭക്ഷണമാവാം, അല്ലെങ്കിൽ കൂട്ടിലടച്ചുവെന്ന ശിക്ഷ ഒഴിവാക്കാൻ മൃഗങ്ങളോ ജീവികളോ ഒരു നിർദ്ദിഷ്ട പ്രവർത്തനം നടത്താൻ പഠിക്കുന്നു. ഇവിടെ റിവാർഡ് അഥവാ പ്രതിഫലം, അതുപോലെ ശിക്ഷ അഥവാ പണിഷ്മെന്റ് ഒരു ജീവിയിൽ ഒരു പുതിയ പെരുമാറ്റ രൂപീകരണത്തിന് കാരണമാകുന്നുവെന്ന് സ്കിന്നർ പരീക്ഷണത്തിലൂടെ തെളിയിച്ചു. ഇത്തരം രീതികൾ മൃഗങ്ങളെ പരിശീലിപ്പിക്കാനോ വിദ്യാഭ്യാസ മേഖലകളിലോ മനോവൈകല്യ ചികിത്സയിലോ പെരുമാറ്റത്തെ നന്നാക്കിയെടുക്കാൻ ഇത് ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ പ്രധാന ഘടകങ്ങളും തത്വങ്ങളും എന്താണെന്ന് പരിശോധിക്കാം. ഒന്നാമതായി റീഇൻഫോഴ്സ്മെന്റ് എന്താണെന്ന് നോക്കാം. റീഇൻഫോഴ്സ്മെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാളിലെ ഒരു സ്വഭാവത്തെ ശക്തിപ്പെടുത്തുന്ന ഏതൊരുവിധ അനന്തരഫലവും അത് ഭാവിയിൽ വീണ്ടും സംഭവിക്കാനുള്ള അതിന്റെ സാധ്യതയെ വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. ഉദാഹരണത്തിന്, ഹോംവർക്ക് ചെയ്തതിന് അധ്യാപകൻ വിദ്യാർത്ഥിക്ക് സമ്മാനം നൽകുന്നു എന്ന് കരുതുക. അത് വിദ്യാർത്ഥികളിൽ ഹോംവർക്ക് ചെയ്യുക എന്ന പെരുമാറ്റത്തെ വളർത്തുന്നുവെങ്കിൽ അത് റീഇൻഫോഴ്സ്മെന്റായാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണാം. പെരുമാറ്റത്തെ ശക്തിപ്പെടുത്തുകയോ തളർത്തുകയോ ചെയ്യാവുന്ന റീഇൻഫോഴ്സ്മെന്റുകളെയും പണിഷ്മെന്റുകളെയും പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഇവിടെ അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കിയാലോ. ആദ്യം പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എടുക്കാം. ഒരു സ്വഭാവം വർദ്ധിപ്പിക്കുന്നതിന് അഭികാമ്യമായ ഒരു ഉത്തേജകത്തെ അഥവാ സ്റ്റിമുലസിനെ അതിനോട് ബന്ധപ്പെടുത്തുന്നു. ഉദാഹരണത്തിന്, നായയെ പരിശീലിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? നായയോട് ഇരിക്കാൻ നായയ്ക്കൊരു കമാൻഡ് കൊടുക്കുന്നു. നായ ഇരുന്നതിനു ശേഷം അതിനിഷ്ടമുള്ള ഒരു ഭക്ഷണം നൽകുന്നു. അടുത്തതായി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്താണെന്ന് നോക്കാം. ഒരു സ്വഭാവം വർദ്ധിപ്പിക്കുന്നതിനോ ആവർത്തിക്കുന്നതിനോ ഇനിയല്ലെങ്കിൽ ഒരു സ്വഭാവത്തെ റിമൂവ് ചെയ്യുന്നതിനോ അയാൾക്ക് അല്ലെങ്കിൽ ആ ജീവിക്ക് അഭികാമ്യമല്ലാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു ഉത്തേജകത്തെ നീക്കം ചെയ്യുന്നു. ഉദാഹരണത്തിന്, നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കുമ്പോൾ ഉച്ചത്തിലുള്ള അലാറം ഓഫ് ചെയ്യുന്നു. ഇവിടെ ഉച്ചത്തിലുള്ള അലാറം നമുക്കിഷ്ടമല്ല. അത് ഓഫാക്കുന്നത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും സീറ്റ് ബെൽറ്റ് ധരിക്കുക എന്ന പെരുമാറ്റത്തെ അത് ബലപ്പെടുത്തുന്നതായി കാണാം. ഇനി പനിഷ്മെന്റ് എന്താണെന്ന് നോക്കാം. നമ്മളിലെ ഒരു സ്വഭാവത്തെ ദുർബലപ്പെടുത്തുന്ന ഏതൊരു അനന്തരഫലവും അത് സംഭവിക്കാനുള്ള സാധ്യതയെ കുറയ്ക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, സമൂഹത്തിൽ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതിന് ജയിലിലടയ്ക്കുന്നത് നേരത്തെ പ്രകടിപ്പിച്ച സമൂഹത്തിന് ആവശ്യമില്ലാത്ത ഒരാളുടെ സ്വഭാവത്തെയോ പെരുമാറ്റത്തെയോ അയാളിൽ നിന്നും ഒഴിവാക്കാനാണ്. ഇതിനെയാണ് പണിഷ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണിഷ്മെന്റുകളെ നെഗറ്റീവ് പണിഷ്മെന്റ് എന്നും
പോസിറ്റീവ് പണിഷ്മെന്റ് എന്നും രണ്ടായി തിരിക്കാം. 1. പോസിറ്റീവ് പണിഷ്മെന്റ്. ഒരു സ്വഭാവം കുറയ്ക്കുന്നതിന് അയാൾക്ക് അഭികാമ്യമല്ലാത്ത ഒരു ഉത്തേജകം അഥവാ സ്റ്റിമുലന്റിനെ അതിനോട് ചേർക്കുന്നു. ഉദാഹരണത്തിന്, അനുസരണക്കേട് കാണിക്കുന്ന ഒരു കുട്ടിയെ അധ്യാപകരോ അച്ഛനമ്മമാരോ ശാസിക്കുന്നത് ആ കുട്ടിയുടെ പെരുമാറ്റത്തെ തിരുത്താൻ സഹായിക്കുന്നു. ഇവിടെ നെഗറ്റീവ് പണിഷ്മെന്റ് ഒരു സ്വഭാവം കുറയ്ക്കുന്നതിന് അഭികാമ്യമായ ഒരു ഉത്തേജകം അല്ലെങ്കിൽ സ്റ്റിമുലസ് നീക്കം ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു കുട്ടി തന്റെ സഹോദരനെ അടിച്ചതിന് ശിക്ഷയായി ആ കുട്ടിക്ക് ഇഷ്ടമായ കളിപ്പാട്ടം ആ കുട്ടിയിൽ നിന്നും എടുത്തുമാറ്റുന്നു. ഇതാ കുട്ടിയിൽ പെരുമാറ്റ വൈകല്യത്തെ കുറയ്ക്കാൻ സഹായിച്ചേക്കാം. ഇനി അടുത്തത് എക്സ്റ്റിങ്ഷൻ എന്നതെന്താണെന്ന് നോക്കാം. ഓപ്പറന്റ് കണ്ടീഷൻ പ്രകാരം ഒരാൾ ഒരു സ്വഭാവം ആവർത്തിക്കുന്നതിന് മുമ്പ് റീഇൻഫോഴ്സ്മെന്റിനെ തുടർന്നും നൽകാതിരിക്കുമ്പോൾ ഒരാളിലെ സ്വഭാവം ആവർത്തിക്കാനുള്ള സാധ്യത കുറയുകയോ ദുർബലമാവുകയോ ഇല്ലാതാവുകയോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇതിനെ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നു. ഇനി ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്താണെന്ന് നോക്കാം. റീഇൻഫോഴ്സ്മെന്റിന്റെ സമയവും ആവൃത്തിയും ഒരാളിലെ ഒരു സ്വഭാവം എത്ര വേഗത്തിൽ പഠിക്കപ്പെടുന്നു, അത് എക്സ്റ്റിങ്ഷനെ എത്രത്തോളം പ്രതിരോധിക്കുന്നു എന്നതിനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഫിക്സഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെന്റ് എടുക്കാം. ഇവിടെ ഒരു നിശ്ചിത എണ്ണം പ്രതികരണങ്ങൾക്ക് ശേഷം റീഇൻഫോഴ്സ്മെന്റ് നൽകുന്നു. ഉദാഹരണം, ഒരു കാർ സെയിൽസ്മാന് എത്ര കാലം കഴിഞ്ഞാലും അവർ വിൽക്കുന്ന ഓരോ 5 കാറുകൾക്കും ഒരു ബോണസ് ലഭിക്കുന്നുവെങ്കിൽ അത് ഫിക്സഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഇനി വേരിയബിൾ റേഷ്യോ റീഇൻഫോഴ്സ്മെന്റ് എന്താണെന്ന് നോക്കാം. പ്രവചനാതീതമോ കണക്കില്ലാത്തതോ ആയ എണ്ണം പ്രതികരണങ്ങൾക്ക് ശേഷമാണ് റീഇൻഫോഴ്സ്മെന്റ് നൽകുന്നതെങ്കിൽ അതിനെ വേരിയബിൾ റേഷ്യോ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നു. ഉദാഹരണം, ഒരു സ്ലോട്ട് മെഷീനിൽ കളിക്കുന്ന ഒരാളുടെ നീണ്ട കളികൾക്ക് ശേഷമാണ് അയാൾക്ക് പണം ലഭിക്കുന്നതെങ്കിൽ ഇതിനെ വേരിയബിൾ റേഷ്യോ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം. ഇനി ഫിക്സഡ് ഇന്റർവൽ എന്താണെന്ന് നോക്കാം. ഒരാൾക്ക് ഒരു നിശ്ചിത സമയം കഴിഞ്ഞതിന് ശേഷം റീഇൻഫോഴ്സ്മെന്റ് ലഭിക്കുന്നതെങ്കിൽ അതാണ് ഫിക്സഡ് ഇന്റർവൽ റീഇൻഫോഴ്സ്മെന്റ് എന്നത്. ഉദാഹരണത്തിന്, ഒരു ജീവനക്കാരന് തന്റെ ജോലിക്ക് ഓരോ 2 ആഴ്ച കൂടുമ്പോഴും കൂലി ലഭിക്കുന്നുവെങ്കിൽ അത് ഫിക്സഡ് ഇന്റർവൽ റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഇനി വേരിയബിൾ ഇന്റർവൽ റീഇൻഫോഴ്സ്മെന്റ് എന്താണെന്ന് നോക്കാം. ഒരാൾക്ക് വ്യത്യസ്തമായതോ അഥവാ പ്രവചനാതീതമായതോ ആയൊരു സമയത്തിന് ശേഷമാണ് റീഇൻഫോഴ്സ്മെന്റ് ലഭിക്കുന്നതെങ്കിൽ അതിനെ വേരിയബിൾ ഇന്റർവൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നു. ഉദാഹരണം, മീൻ പിടിക്കുന്ന ഒരാൾക്ക് കാലക്രമേണ മീൻ ലഭിക്കുമെന്ന് അറിയാം, പക്ഷേ മീൻ ലഭിക്കുന്ന കൃത്യമായ നിമിഷം പ്രവചിക്കാൻ കഴിയില്ല എങ്കിൽ അതാണ് വേരിയബിൾ ഇന്റർവൽ റീഇൻഫോഴ്സ്മെന്റിന് ഉദാഹരണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ക്ലാസ്സിൽ മനഃശാസ്ത്രത്തിൽ ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില വിഷയങ്ങൾ നിങ്ങളോട് പങ്കുവച്ചു എന്ന് കരുതുന്നു. ഈ ക്ലാസ് ഇവിടെ തീരുന്നില്ല. ഇതിനൊരു അടുത്തൊരു എപ്പിസോഡുമായി അധികം വൈകാതെ തന്നെ ഞങ്ങൾ വരാം. നിങ്ങൾക്ക് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഇത്തരം അറിവുകൾ ഉപകാരപ്പെടുന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ഏത് അഭിപ്രായവും ഞങ്ങളോട് പങ്കുവയ്ക്കാം. ഇനിയൊരു ചെറിയ റിക്വസ്റ്റ്. നമ്മൾ റിവാർഡിനെ കുറിച്ചൊക്കെ ഇന്ന് വാതോരാതെ സംസാരിച്ചല്ലോ. അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞങ്ങൾ പങ്കുവെക്കുന്ന വീഡിയോകൾക്ക് ലൈക്കും കമന്റും ഷെയറും നൽകിയാൽ. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വരും വരേക്കും ബൈ.